ഹായ് ഗീസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എല്ലാവർക്കുമായി ഒരു കഥയാണ് പറഞ്ഞു തരുന്നത്. കഥ അവസാനം വരെ എല്ലാവരും കേൾക്കണേ. പറയട്ടെ. എൻ്റെ ഈ കഥയുടെ പേര് മായാത്ത മഴവില്ല് എന്നാണ്. ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് പള്ളിയിലെ ആരാധന അന്നത്തേക്ക് പിരിഞ്ഞു. ആരാധനയിൽ പങ്കെടുത്തവർ എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ചിലർ പള്ളി അങ്കണത്തിൽ വിശേഷങ്ങൾ പങ്കുവെച്ചും ചിലർ പ്രാർത്ഥനാ മുറിയിലേക്കും പോകുന്നു. മറ്റു ചിലർ അച്ഛന് സ്തുതി പറയാനും വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്കും പോകുന്നു. എന്നാൽ ആൻ്റണി പോയത് പള്ളിയിലെ ശവക്കോട്ടയിലേക്കാണ്. തൻ്റെ പ്രണയിനിയോട് സംസാരിക്കുവാനാണ്. കയ്യിൽ നിറയെ റോസാപുഷ്പങ്ങളുമായി തൻ്റെ പ്രണയിനിയുടെ കല്ലറയിലേക്ക് നടക്കുന്ന അവൻ്റെ കണ്ണുകളിൽ അവളോട് പറയാനുള്ളതൊക്കെ തന്നെയും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം തൻ്റെ കൂടെ നടന്നിട്ട് ഒരു ദിവസം തന്നെ പിരിഞ്ഞു പോയതിൻ്റെ 2ാം വർഷമാണിന്ന്. കല്ലറയുടെ അരികിൽ ചെന്ന് റോസാച്ചെണ്ടുകൾ അവളുടെ കാൽക്കൽ വെച്ച്, ലില്ലി, നിന്റെ ആൻ്റണിച്ചായൻ നിന്നരികിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് മെല്ലെ പറഞ്ഞു. ജീവിതം അങ്ങനെയാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടെയുള്ളവരെ പിരിഞ്ഞ് പോകുക തന്നെ വേണം. അത് പ്രപഞ്ച സത്യമാണ്. എന്നാലും ലില്ലി 22ാം വയസ്സിൽ തന്നെ പിരിയുമെന്ന് കരുതിയിരുന്നില്ല. ആശുപത്രി കിടക്കയിൽ വെച്ച് ഞാൻ പോയാൽ ആൻ്റണിച്ചായൻ കരയരുത് എന്നും തൻ്റെ കല്ലറയുടെ അരികിൽ വന്നാൽ സംസാരിക്കുമ്പോൾ തനിക്ക് കേൾക്കാമെന്നും അവൾ പറഞ്ഞു. ഞാൻ പോയി കഴിഞ്ഞ് മനസ്സ് ശാന്തമാക്കി മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിതം നയിക്കണമെന്നും അവൾ പറഞ്ഞതും ഇന്നും തൻ്റെ ചെവിയിൽ അലയടിക്കുന്നുണ്ട്. ആൻ്റണി ലില്ലിയോടായി, നിനക്ക് സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിരിക്കുന്നുവെന്ന് പറഞ്ഞു. നമ്മുടെ ജോസഫ് ചേട്ടൻ എന്നോട് ഒരു വിവാഹാലോചന പറഞ്ഞു. ചേട്ടൻ്റെ മോളെ തന്നെയാണ് എനിക്ക് വേണ്ടി ആലോചിച്ചത്. നീ എന്തു പറയുന്നു? അപ്പോൾ ഒരു ഇളം കാറ്റ് ആൻ്റണിയെ പൊതിഞ്ഞു. ആ കാറ്റിന് തൻ്റെ ലില്ലിയുടെ മണമായിരുന്നു. അത് അവളുടെ സമ്മതമാണെന്ന് അയാൾക്ക് മനസ്സിലായി. എന്തായാലും 1 വർഷം കൂടി തനിക്ക് ലില്ലിയോടൊപ്പം ചേരണം. അതു കഴിഞ്ഞു മതി വിവാഹം. ലില്ലിയോട് യാത്ര പറഞ്ഞു ഇറങ്ങി നടന്നു. പള്ളിമുറ്റത്തെത്തിയപ്പോൾ